എത്രത്തോളം ആവേശമുണ്ട് ഇത്തവണ? അയ്യോ അടിപൊളി ആവേശം, നല്ല ആവേശം. നല്ല ആവേശം. ആരാ ജയിക്കാം? ആരാ ജയിക്കാം? ജയിക്കുന്ന വെച്ചാൽ ഞാൻ PBC അങ്ങനെ ആരാണ് ജയിക്കുന്നത്? എല്ലാവരും കാത്തിരിക്കുകയാണ്. അതാണ് പ്രസാദ്. ഇപ്പോൾ ആ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ നോക്കൂ, ഈ പറയുന്ന ആവേശം എല്ലാ വള്ളത്തിനും ഒപ്പമാണ്. അവിടെ എത്തിയിരിക്കുന്ന എല്ലാ മനുഷ്യരും, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഏതെങ്കിലും ഒരു ഹീറ്റ്സിൽ ഒന്നാമതെത്തുന്ന വള്ളങ്ങളുടെ ഒരു ഫൈനൽ മത്സരമല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ഹീറ്റ്സും ഒരു ഫൈനൽ മത്സരമാണ്. 5 ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന വള്ളമായിരിക്കും ഇപ്രാവശ്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക. അതായത് ഒന്നാം ഹീറ്റ്സിൽ മത്സരിക്കുന്ന വള്ളത്തിൽ ഏതെങ്കിലും ഒരു വള്ളം 3 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുകയും ആ 3 മിനിറ്റ് മറ്റുള്ളവർക്ക് ക്രോസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ഒന്നാം ഹീറ്റ്സിലെ 3 മിനിറ്റുകാരൻ ഈ ട്രോഫി എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഹീറ്റ്സ് മത്സരങ്ങളും വളരെ നിർണായകമാണ്. ഓരോ ഹീറ്റ്സ് മത്സരവും ഒരു ഫൈനൽ മത്സരം തന്നെയാണ്. 19 ചുണ്ടൻ വള്ളങ്ങളിൽ ആരാണ് ഈ പറയുന്ന ഒറ്റ കുതിപ്പിന്, ഒറ്റ ആവേശത്തിൽ, ഒരേ മനസ്സോടെ തുഴഞ്ഞു മുന്നിലെത്തി ട്രോഫി കരസ്ഥമാക്കാൻ പോകുന്നത് എന്നത് എല്ലാ നിമിഷവും ആവേശം ജനിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉദ്ഘാടനം ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഫൈനൽ മത്സരങ്ങളും വൈകും. മത്സരങ്ങൾ തുടങ്ങാൻ ഇനിയും സമയമെടുക്കും. മാസ്റ്ററിൽ ഇതുവരെയും നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഓരോ വള്ളങ്ങളും അവര് ഈ പറയുന്ന എൻട്രിയാണ്. കുട്ടനാട്ടിന്റെ ഇരു കരകളിലും നിന്ന് ആവേശത്തോടുകൂടി ആർപ്പ് വിളിക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു റൗണ്ടൊന്ന് യാത്ര ചെയ്ത് തങ്ങളുടെ ആ പറയുന്ന ആവേശമെല്ലാം ഏറ്റുവാങ്ങി ആരാധകരെ കണ്ട് അവരെല്ലാം അതായത് പുന്നമടക്കായലിൽ അതാ ഒരു വള്ളപ്പൂക്കളം ഉണ്ടാക്കുകയാണല്ലേ. ഒരു പൂക്കളം പോലെ ആകാശ ദൃശ്യങ്ങളിൽ നമുക്കത് നന്നായി കാണാം. ഒരു ജലപൂക്കളം അവിടെ വിരിയുകയാണ്. വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളിൽ അണിനിരക്കുന്ന മാസ്റ്ററിൽ എന്ന് പറയുമ്പോൾ മനോഹരമായ കാഴ്ച, ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ്, ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഈ പറയുന്നത് വള്ളം തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കേരളത്തിന്റെ അഭിമാനമാണ് ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. മറ്റെവിടെയും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. നമ്മളെ അനുകരിച്ചാണ് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചുണ്ടൻ വള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ചുണ്ടൻ വള്ളത്തിന്റെ തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് ഏതാനും ചില ആചാരി കുടുംബങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അവരത് തലമുറകൾക്കാണ് കൈമാറി കൊടുക്കുക. അതുകൊണ്ട് ചുണ്ടൻ വള്ളത്തിന്റെ തച്ചുശാസ്ത്രം ഇപ്പോഴും ആളുകൾക്ക് അജ്ഞാതമാണ്. എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു ശില്പമാണ്. തച്ചുശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉണ്ണിസാറിന്റെ മരങ്ങളായി നിന്നതുമെന്നുള്ള നോവൽ എന്റെ ഓർമ്മയിലേക്ക് വന്നു. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ഒരു ആത്മകഥ പോലെ ഒരു നോവൽ. അതെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നത് ചുണ്ടൻ വള്ളമാണ്. ആ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് നോക്കൂ സുജിയ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ ശില്പകലകളിൽ ഒന്ന് തന്നെയാണ് ഈ ചുണ്ടൻ വള്ളം. ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് വെറുതെ ഈ ജലപ്പരപ്പിലൂടെ തുഴഞ്ഞു നടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല. നമുക്കറിയുന്നത് പോലെ കായംകുളം രാജാവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, അമ്പലപ്പുഴ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കായൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. കായൽ യുദ്ധങ്ങളിൽ സൈനികർക്ക് വളരെ വേഗത്തിൽ കായലിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ പറയുന്ന ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചുണ്ടൻ വള്ളത്തിന്റെ രൂപകൽപ്പന തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ കായലിലെ ഒരു പടക്കോപ്പാണ് ഇപ്പോൾ പടപ്പുറപ്പാട് നടത്താനായി മാസ് ഡ്രില്ലിനായി അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നത്. നിശ്ചയമായും ആ വാക്ക് തന്നെയാണ് അതിന്റെ ഭംഗി. കായലിലെ ഒരു പടക്കോപ്പാണ് ഒരു ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. ആ പടവീര്യം എന്ന് പറയുന്നത്, ആ പടയോട്ടത്തിന്റെ ആവേശം എന്ന് പറയുന്നത് എല്ലാ വള്ളംകളി മത്സരങ്ങൾക്കുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാസമുദ്ര യുദ്ധത്തിനാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചക്കാരായി നിൽക്കാൻ പോകുന്നത്, പ്രേക്ഷകരായി മാറാൻ പോകുന്നത്. ഓരോ ചുണ്ടൻ വള്ളവും ആയാപറമ്പ് പാണ്ടിയും പലതവണ നെഹ്റു ട്രോഫി എടുത്തിട്ടുള്ള വള്ളമാണ്. ആയാപറമ്പ് പാണ്ടി, ചെറുതന, വലിയ ദിവാഞ്ചി, കാരിച്ചാൽ, ജവഹർ തായങ്കരി, ശ്രീ വിനായകൻ, ചമ്പക്കുളം, നടുഭാഗം, എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. തീപാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചുണ്ടൻ വള്ളം എന്ന് പറയുന്ന ആ മഹത്തായ ശില്പം, ആ ശില്പം ഇറങ്ങി ഇതാ ഒരു പടയോട്ടത്തിന് തയ്യാറെടുക്കുകയാണ് പുന്നമടക്കായലിൽ. ആ പുന്നമടക്കായലിലെ പടയോട്ടം കാണാൻ ഒരു ജലമിസൈൽ പോലെ വരികയാണ്. ഒരു ജലമിസൈൽ പോലെ ഒരേ ആയത്തിൽ അവരിങ്ങനെ വരികയാണ്. ഓരോന്നായി ഓരോ മിസൈലായി വിക്ഷേപിക്കുമ്പോൾ അതെങ്ങനെയാണ് ആകാശം ഭേദിച്ച് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ജലഭേദിയായ ഒരു ജലമിസൈൽ. അതാണ് നോക്കൂ, ഒരു തൊടുത്തുവിട്ട അമ്പ് പോലെയാണ് സുജയ, തൊടുത്തുവിട്ട അമ്പ് പോലെയാണ് ഒരു ചുണ്ടൻ വള്ളം പാഞ്ഞു പോവുക. നമുക്കറിയുന്നത് പോലെ 75 മുതൽ 90 വരെ തുഴക്കാരുണ്ടാകും ഒരു ചുണ്ടൻ വള്ളത്തിൽ. അതുകൂടാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വായ്ത്താരിയും ഇട്ടുകൊണ്ട് നിലത്താളം ഒരുക്കിക്കൊണ്ട് നിലക്കാരും ഉണ്ടാകും. അങ്ങനെ ഏതാണ്ട് 100ഓളം പേരാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ ഉണ്ടാവുക.
ആ 100 പേര് ഒരേ മനസ്സായി ഒരേ ശ്വാസഗതിയിൽ ഒരേ താളത്തിൽ തുഴയുമ്പോഴാണ് ആ ആവേശം മുഴുവൻ ഉണ്ടാവുക. ആ ആവേശത്തിലാണ് ആര് മുന്നിലെത്തുമെന്ന് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര മൂർച്ചയേറിയ ഈ ചാട്ടുളികൾ പായുന്നത് പോലെ, എയ്തുവിട്ട തൊടുത്തുവിട്ട അമ്പുകൾ പായുന്നത് പോലെ പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിന് മീതെ ഇതാ ഒരു ജലയുദ്ധമാണ് ആരംഭിക്കാൻ പോകുന്നത്, ഒരു മഹാസമുദ്ര യുദ്ധമാണ് ആരംഭിക്കാൻ പോകുന്നത്. എക്കാലത്തെയും മലയാളി കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും മഹത്തായ ശില്പമാതൃകകളിലൊന്നാണ് ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. ആ ചുണ്ടൻ വള്ളം എന്ന് പറയുന്ന ഈ പടക്കോപ്പുമായി ഇതാ രംഗത്തേക്ക് വരുന്ന 19 ചുണ്ടൻ വള്ളങ്ങളുമായി ഏതാണ്ട് 2000-ഓളം തുഴച്ചിലുകാർ പരസ്പരം മത്സരിക്കാനിറങ്ങുകയാണ് പുന്നമടക്കായലിൽ. അതിന് സാക്ഷിയാകാൻ പതിനായിരങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുന്നമടക്കായലിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇത് കുട്ടനാട്ടുകാരുടെ മാത്രം ആഘോഷമായിരുന്നുവെങ്കിൽ, അത് ആലപ്പുഴക്കാരുടെ മാത്രം ആഘോഷമായിരുന്നുവെങ്കിൽ, രാധാകൃഷ്ണൻ ചോദിക്കുന്നു, ഒരു ടീമിൽ 100ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന മാമാങ്കം വേറെ എവിടെ കാണും? നിശ്ചയമായും അതാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ 1900 ആളുകളാണ് ഈ തുഴച്ചിലുകാരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 2000-ഓളം തുഴച്ചിലുകാർ കുട്ടനാട്ടിന്റെ അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധത്തിലെ ഓരോ തുഴച്ചിലുകാരനും അതിശക്തനായ പോരാളിയാണ്. തുരുത്തിയും കാരിച്ചാലും ഒന്നിച്ചു ചേരുന്ന ആ ഒരു ഡെഡ്ലി കോമ്പിനേഷന് നമ്മുടെ കമന്റ് ബോക്സിലും ആരാധകർ ഏറി വരികയാണ്. ലോകമെമ്പാടും നിന്ന് PBCയും കാരിച്ചാലും ചേരുന്നത് ഒരു വണ്ടർഫുൾ കോമ്പിനേഷൻ ആണെന്നുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.